നേരം സന്ധ്യയോടടുത്തപ്പോൾ ആ 3 സുഹൃത്തുക്കൾ മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ആ സമയം അവർ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ യാത്രയാണ് തുടങ്ങാൻ പോകുന്നതെന്ന്. അമൽ, വിവേക്, ഹാരിസ് കോഴിക്കോട് നഗരത്തിൽ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം എറണാകുളത്തേക്കുള്ള മടക്കയാത്രയിലായിരുന്നു. സമയം രാത്രി ഏകദേശം 11 മണി. അമലിന്റെ പുതിയ കറുത്ത മഹീന്ദ്ര സ്കോർപിയോ എൻ ശാന്തമായ ഹൈവേയിലൂടെ ഓടിത്തുടങ്ങി. അമൽ തന്നെയായിരുന്നു ഡ്രൈവർ. പ്രായോഗിക ബുദ്ധിയും കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് ചെയ്യുന്ന സ്വഭാവവുമാണ് അവനുള്ളത്. മുൻസീറ്റിൽ തോളോട് തോൾ ചേർന്നിരുന്ന് വിവേക് എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. വിവേകിന് യാത്രകൾ എപ്പോഴും ഒരു ആഘോഷമായിരുന്നു. പിന്നിൽ ഹാരിസ് ഒറ്റയ്ക്കിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ശാന്തനും എളുപ്പത്തിൽ ഭയപ്പെടുന്നവനുമായിരുന്നു ഹാരിസ്. പുറത്ത് കരിഞ്ഞടർന്നു വീഴുന്ന രാത്രി. ചില്ലിലൂടെ അകത്തേക്ക് അരിച്ചെത്തുന്ന ഇലക്ട്രിക് വിളക്കുകളുടെ മങ്ങിയ പ്രകാശത്തിൽ അവരുടെ ചിരിയും സംസാരവും തങ്ങി നിന്നു. അടുത്ത ദിവസം രാവിലെ ഓഫീസിലെത്താനുള്ള തിരക്കിലായിരുന്നു അവർ. ഡാ, ഗൂഗിൾ മാപ്പിൽ ഒരു ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ടല്ലോ, വിവേക് ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ വഴി പോയാൽ 1 മണിക്കൂറെങ്കിലും ലാഭിക്കാം. അമൽ സ്റ്റിയറിംഗിൽ കൈകളമർത്തി നെറ്റി ചൊളിച്ചു. അത് വേണ്ടടാ, ഈ സമയത്ത് ഏത് ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞാലും റിസ്ക് ആണ്. പ്രത്യേകിച്ച് ഈ ഹൈ റേഞ്ചിലൂടെയുള്ള വഴികൾ. തല്ലിപ്പൊളി റോഡായിരിക്കും, അല്ലെങ്കിൽ വല്ല കാട്ടുവഴിയും. ഏയ്, ഇതങ്ങനെയല്ല, ഒരു മലയോര ഹൈവേ ആണ്. മാപ്പിൽ നല്ല റോഡാണ് കാണിക്കുന്നത്. ഒരു ചെറിയ വളവ് തിരിഞ്ഞാൽ മതി, പിന്നെ നേരെ പോകാം. ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ, ഒരു ത്രില്ലിന്. വിവേക് ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ സാഹസികതയുടെ തിളക്കമുണ്ടായിരുന്നു. വേണ്ട അമൽ, റിസ്ക് എടുക്കണ്ട. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി. എനിക്കെന്തോ ഈ രാത്രി യാത്ര അതത്ര ഇഷ്ടപ്പെടുന്നില്ല. പിൻസീറ്റിലിരുന്ന് ഹാരിസ് പതിഞ്ഞ സ്വരത്തിൽ എതിർത്തു. ഡാ, നീ എപ്പോഴും ഇങ്ങനെയാണല്ലോ. ഒരു ത്രില്ലിനു വേണ്ടി ജീവിക്കണം. കുറച്ചൊക്കെ ധൈര്യം വേണം. വിവേക് ചിരിയോടെ അവനെ കളിയാക്കി. അമൽ ഒരു നിമിഷം ആലോചിച്ചു. അവൻ വേഗത കുറച്ചു. അവന് രാവിലെ ഓഫീസിലെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ശരി, എന്നാൽ ഒരു പരീക്ഷണത്തിനായി പോകാം. പക്ഷെ 1 കിലോമീറ്റർ മോശം റോഡാണെങ്കിൽ ഞാൻ തിരികെ വരും. അത്രേ ഉള്ളൂ, അമൽ പറഞ്ഞു. പൊളിച്ചു, വിവേക് സന്തോഷത്തോടെ കൈകൊട്ടി. ഗൂഗിൾ മാപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് അമൽ വലതുവശത്തേക്ക് ഒരു ചെറിയ ടാർ റോഡിലേക്ക് വണ്ടി തിരിച്ചു. ഹൈവേയുടെ തിരക്കിൽ നിന്നും ഒറ്റപ്പെട്ട് ആ പഴയ റോഡിലേക്ക് കടന്നപ്പോൾ തന്നെ അന്തരീക്ഷത്തിന് ഒരു മാറ്റം വന്നു. പുറത്ത് വെളിച്ചം തീരെയില്ല. ഹൈവേയിലുണ്ടായിരുന്ന സോഡിയം വിളക്കുകളുടെ വെളിച്ചം പൂർണ്ണമായും അപ്രത്യക്ഷമായി. വണ്ടിയുടെ ശക്തമായ ഹെഡ്ലൈറ്റിന്റെ പ്രകാശം മാത്രമാണ് ആകെ ഉണ്ടായിരുന്നത്. റോഡിനിരുവശവും തിങ്ങി നിറഞ്ഞ മരങ്ങൾ. അവയുടെ ഇരുണ്ട ശിഖരങ്ങൾ ആകാശത്തെ മറച്ചു പിടിച്ചിരുന്നു. റോഡിന് വീതി കുറവാണ്. അങ്ങുമിങ്ങും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളുണ്ട്. വണ്ടി ഏകദേശം 5 മിനിറ്റ് മുന്നോട്ട് പോയപ്പോൾ കാറിനുള്ളിൽ ഒരുതരം തണുപ്പ് അരിച്ചു കയറാൻ തുടങ്ങി. അത് AC-യുടെ തണുപ്പായിരുന്നില്ല. മണ്ണിനും പഴകിയ ഇലകൾക്കും ഈർപ്പമുള്ള മരത്തടികൾക്കും മാത്രം സ്വന്തമായ ഒരു പ്രത്യേക ഗന്ധം. ഭീകരമായൊരു നിശബ്ദത ആ റോഡിനുണ്ടായിരുന്നു. ഈ സ്ഥലം ഏതാടാ, റേഞ്ച് പോയല്ലോ, വിവേക് അവന്റെ ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ കണ്ടു പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ പതിവുള്ള ഉല്ലാസം കുറഞ്ഞിരുന്നു. സാരമില്ല, മലയോര പ്രദേശമല്ലേ, ഒരുപാട് സ്ഥലങ്ങളിൽ റേഞ്ച് കിട്ടില്ല. ഇതൊരു ചെറിയ വനമേഖല പോലെ തോന്നുന്നു, അമൽ പറഞ്ഞു. പക്ഷെ അവന്റെ ശബ്ദത്തിൽ ചെറിയൊരു പിരിമുറുക്കമുണ്ടായിരുന്നു. പിൻസീറ്റിൽ ഇരുന്നിരുന്ന ഹാരിസ് തന്റെ കൈകൾ തോളോട് ചേർത്ത് ചുരുട്ടിപ്പിടിച്ചു. എനിക്ക് നല്ല തണുപ്പ് തോന്നുന്നു അമൽ, AC ഒന്ന് കുറയ്ക്കാമോ? അവൻ തന്നിലേക്ക് തന്നെ ചുരുണ്ടുകൂടി. AC ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരമായി. ഈ തണുപ്പ് പുറത്തുനിന്നുള്ളതാണ്, അമൽ പറഞ്ഞു. അവൻ കണ്ണാടിയിലൂടെ ഹാരിസിനെ നോക്കി. അവന്റെ മുഖം വിളറി വെളുത്തിരുന്നു. അമൽ ഹെഡ്ലൈറ്റ് ഡിമ്മിൽ നിന്ന് ഹൈ ബീമിലേക്ക് മാറ്റി. അപ്പോൾ മുന്നിലെ കാഴ്ച കണ്ട് അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവിടെ റോഡിന്റെ മധ്യത്തിൽ ഒരു ആൽമരം, അതിഭീമാകാരമായ ആൽമരം. അതിന്റെ വേരുകൾ റോഡിലേക്ക് പടർന്നു കയറി കരിനാഗങ്ങളെ പോലെ വളഞ്ഞിരുന്നു. അതിലൂടെ വണ്ടി ഓടിച്ചു പോവുക എന്നത് ദുഷ്കരമായിരുന്നു. എന്നാൽ ആ ആൽമരമല്ല അമലിനെ ഭയപ്പെടുത്തിയത്. അതിന്റെ ശിഖരങ്ങളിൽ നിന്നും അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്ന മൂടൽമഞ്ഞാണ്. ആ മരം ഒരു മതിൽ പോലെ യാത്രയുടെ അങ്ങേയറ്റത്തെ മറച്ചു പിടിച്ചിരുന്നു. വണ്ടി തിരിക്കാം അമൽ, എനിക്കെന്തോ ഇത് ശരിയല്ലെന്ന് തോന്നുന്നു. ഒരുപാട് പഴക്കമുള്ള, ഒരുപാട് പേരുടെ മരണത്തിന് സാക്ഷിയായ മരം പോലെ തോന്നുന്നു ഇത്, ഹാരിസ് ആദ്യമായി ഉറക്കെ പറഞ്ഞു. അവന്റെ ശബ്ദം വിറച്ചിരുന്നു. അമൽ സംശയിച്ചു നിന്നു. തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ വിവേക് അമലിന്റെ തോളിൽ തട്ടി. വേണ്ട അമൽ, നോക്ക്, മരത്തിനടുത്തൊരു ചെറിയ വളവുണ്ട്. വളവ് തിരിഞ്ഞാൽ നേരെ ഹൈവേയിലേക്ക് എത്താനുള്ള വഴി മാപ്പിൽ കാണിക്കുന്നുണ്ട്. വെറും 500 മീറ്റർ മാത്രം. വിവേക് ഫോണിൽ മുന്നേ ലോഡായിരുന്ന മാപ്പ് നോക്കി പറഞ്ഞു. എടാ, ഞാൻ പറഞ്ഞത് കേൾക്ക്, ഹാരിസ് എതിർത്തു. നീ ഒന്ന് സമാധാനപ്പെടുക ഹാരിസ്, പേടിക്കാനൊന്നുമില്ല. വിവേക് പറഞ്ഞത് ശരിയാണ്, നമുക്ക് നോക്കാം. അമൽ സ്വയം ധൈര്യം സംഭരിച്ചു. അമൽ പതിയെ ആ ആൽമരത്തിന്റെ വേരുകളിൽ തട്ടാതെ ശ്രദ്ധയോടെ വണ്ടി മുന്നോട്ടെടുത്തു. വേരുകളോട് മല്ലിട്ട് വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങി. മരത്തിന്റെ ചൂട്ടിലൂടെ വണ്ടി മുന്നോട്ടു പോയപ്പോൾ ഒരു നിമിഷത്തേക്ക് കാറിനുള്ളിൽ വെളിച്ചം പൂർണ്ണമായി ഇല്ലാതായി. അത്രയേറെ ഇടതൂർന്നതായിരുന്നു ആ മരം. കാർ വളവിലേക്ക് തിരിഞ്ഞ ഉടനെയാണ് അത് സംഭവിച്ചത്.
വളവ് തിരിഞ്ഞ് വണ്ടി നേരെയായപ്പോൾ ഹാരിസ് ഭയം കൊണ്ട് തറഞ്ഞുപോയി. അവന്റെ തൊട്ടുപിന്നിൽ ആരുമില്ലാത്ത സീറ്റിൽ നിന്നും ഒരു നേർത്ത ശബ്ദം, ഒരു നനഞ്ഞ തുണി നിലത്തിടുന്നത് പോലുള്ള ശബ്ദം. ഹാരിസ് ഞെട്ടിപ്പോയി. അവന്റെ ശ്വാസം നിലച്ചതുപോലെയായി. എങ്കിലും അവൻ ധൈര്യം സംഭരിച്ച് പുറത്തേക്ക് നോക്കി. വണ്ടി ഇപ്പോൾ ഓടുന്നത് നല്ല ടാർ റോഡിലൂടെയാണ്, ഹൈവേയിലേക്ക് എത്താനുള്ള പാത. ഹാരിസ്, എന്തുപറ്റി? നീ എന്തിനാ ഇങ്ങനെ കിടുങ്ങിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇതൊരു നല്ല റോഡാണെന്ന്, വിവേക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഹാരിസ് ഒന്നും മിണ്ടിയില്ല. അവൻ ഇരുന്നിടത്ത് ഒരടി പോലും അനങ്ങാൻ കഴിയാതെ തറഞ്ഞിരുന്നു. അവന്റെ ശ്രദ്ധ മുഴുവൻ കാറിന്റെ പിന്നിലെ സീറ്റിലേക്കായിരുന്നു. അവിടെ ഒരനക്കം, നേർത്ത ഒരനക്കം. ആരുമില്ലാത്ത ആ സീറ്റിൽ അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ അത് സംഭവിച്ചു. സീറ്റ് ബെൽറ്റിന്റെ മെറ്റൽ ക്ലിപ്പ് വളരെ പതിയെ സ്വയം പൊങ്ങി. സീറ്റ് ബെൽറ്റിന്റെ ഹോൾഡറിലേക്ക് സ്വയം കയറി ലോക്കായി. ക്ലിക്കെന്നൊരു ശബ്ദം. ഹാരിസിന്റെ ശരീരം തണുപ്പിലും വിയർത്തു. അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. പകരം അമലിനെയും വിവേകിനെയും വിളിക്കാൻ ശ്രമിച്ചു. അമൽ, വിവേക്. അവന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. എന്താടാ ഹാരിസ്, പേടിച്ചോ നീ? ഞാനിപ്പോൾ പറഞ്ഞില്ലേ പേടിക്കാനൊന്നുമില്ലെന്ന്, അമൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമൽ കണ്ണാടിയിലൂടെ ഹാരിസിനെ നോക്കി. ആ നിമിഷം അമലിന്റെ കണ്ണുകൾ വിടർന്നു. കാറിനുള്ളിലെ ഡിജിറ്റൽ ക്ലോക്കിൽ സമയം 11:27 PM എന്ന് കാണിച്ചു. അമൽ ഹാരിസിനോട് സംസാരിച്ച അതേ നിമിഷം കാറിനുള്ളിലെ റൂഫ് ലൈറ്റ് ഒരു സെക്കൻഡ് നേരത്തേക്ക് മിന്നിക്കെട്ടു. അത് അമലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിവേക്, നീ ഇപ്പോൾ സംസാരിച്ചത് 5 മിനിറ്റ് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യമല്ലേ? ഈ സ്ഥലത്തെക്കുറിച്ച് നല്ല റോഡാണെന്ന് അമൽ ചോദിച്ചു. വിവേക് നെറ്റി ചുളിച്ചു. ഞാനോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ ആകെ പറഞ്ഞത് ഇതൊരു നല്ല റോഡാണ് എന്ന് മാത്രമാണ്. നീയാണ് തമാശ പറഞ്ഞത്. ഇല്ലടാ, നീ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ, അമൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇല്ലടാ, ഞാനിപ്പോൾ ഒന്നും മിണ്ടിയിട്ടില്ല. എന്റെ തല കറങ്ങുന്നത് പോലെ വിവേക് നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു. അമലിന്റെ നെറ്റി വിയർത്തു. ഹാരിസിന്റെ ഭയം അവന്റെ മുഖത്തേക്ക് പടർന്നിരിക്കുന്നു. വിവേക്, ഇപ്പോൾ കാറിനുള്ളിലെ ലൈറ്റ് മിന്നിയത് നീ കണ്ടോ? അമൽ ചോദിച്ചു. ഇല്ല, കണ്ടില്ല. എന്താ അമൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിവേക് നെറ്റിയിൽ നിന്നും കൈയെടുത്തു. ഒന്നുമില്ലടാ, റോഡിൽ കുഴികളുള്ളപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതാവാം, അമൽ പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെന്ന് അവൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഹാരിസ്, അവൻ അമലിനോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു തുള്ളിക്കണ്ണുനീർ അവന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അവന്റെ കണ്ണുകൾ കാറിന്റെ ബാക്ക് വ്യൂ മിററിൽ ഉറച്ചുനിന്നു. മിററിൽ പിന്നിലെ സീറ്റിൽ ആ സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്ത നിലയിൽ തന്നെ കിടക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് ഒന്നും കാണുന്നില്ല. പക്ഷേ സീറ്റിന്റെ ലെതർ കവറിൽ ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള നനഞ്ഞ പാട്. അത് വലുതായി വരുന്നു. ഒരു മനുഷ്യന്റെ തലയുടെ വിയർപ്പുള്ള ഒരു പാടുപോലെ. അമൽ, വണ്ടി നിർത്ത് പ്ലീസ്. ഹാരിസിന്റെ കരച്ചിൽ അമലിന്റെ ചെവിയിൽ അലച്ചെത്തി. എന്താടാ ഹാരിസ്, എന്താ നിനക്ക് പറ്റിയത്? അമൽ ബ്രേക്കിൽ കാലമർത്തി വണ്ടി പതിയെ നിർത്താൻ ശ്രമിച്ചു. വണ്ടി നിർത്തരുത്, ഹാരിസ് വീണ്ടും നിലവിളിച്ചു. എടാ, എനിക്ക് തോന്നുന്നത് ഹാരിസ് ശരിക്കും പേടിച്ചിട്ടുണ്ടെന്നാണ്. നമുക്ക് വണ്ടി നിർത്താം, വിവേക് പറഞ്ഞു. അമൽ വണ്ടി നിർത്തി. ഹെഡ്ലൈറ്റ് മാത്രം കത്തുന്നു. പുറത്ത് മരങ്ങളുടെ നിഴലുകൾ കാറിനുള്ളിലേക്ക് നീണ്ടു നിവർന്നു കിടന്നു. ആ നിമിഷം കാർ പൂർണ്ണമായും നിശ്ചലമായപ്പോൾ ഒരു നിമിഷം അവർ 3 പേരും കാറിനുള്ളിൽ മറ്റൊരത്ഭുതം കേട്ടു. ഒരു നേർത്ത ശ്വാസം. അവരുടെ പിന്നിൽ സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്ത ആ സീറ്റിൽ നിന്നും ഒരു മനുഷ്യൻ ശ്വാസമെടുക്കുന്നതിന്റെ ശബ്ദം. വളരെ പതിഞ്ഞ എന്നാൽ വ്യക്തമായ നനുത്ത ഒരു ശ്വാസം. വിവേക് ഞെട്ടിത്തിരിച്ച് പിന്നിലേക്ക് തിരിഞ്ഞു. ആരാ അത്? അവന്റെ ചോദ്യം ഭയം കൊണ്ട് മുറിഞ്ഞുപോയിരുന്നു. ഹാരിസ് കൈകൾ കൊണ്ട് ചെവികൾ പുത്തിപ്പിടിച്ച് സീറ്റിൽ ചുരുണ്ടു കിടന്നു. അമൽ വേഗം ഹാൻഡ് ബ്രേക്ക് ഇട്ടു. കൈകൾ വിറച്ച സ്റ്റിയറിംഗിൽ അവൻ മുറുകെ പിടിച്ചു. പതിയെ അവൻ കണ്ണാടിയിലേക്ക് നോക്കി. അവിടെ ആ നനഞ്ഞ പാട് പൂർണ്ണമായും മാഞ്ഞിരുന്നു. സീറ്റ് പഴയതുപോലെ ഉണങ്ങിക്കിടക്കുന്നു. പക്ഷേ സീറ്റ് ബെൽറ്റ് അതിപ്പോഴും ലോക്ക് ചെയ്ത നിലയിൽ തന്നെയായിരുന്നു. അവിടെ ആരുമില്ല വിവേക്, അമൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ കേട്ടത് വെറും തോന്നലാണ്. ഇല്ല അമൽ, ഞാൻ കേട്ടു. ഒരു നനുത്ത ശ്വാസം. വിവേക് അവന്റെ കഴുത്തിലെ വിയർപ്പ് തുറച്ചു. അമൽ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് കാറിന്റെ ഡോർ തുറക്കാൻ കൈ ഉയർത്തി. നമുക്ക് പുറത്തിറങ്ങി നോക്കാം, വെറും തോന്നലായിരിക്കും. അവൻ ഡോർ തുറക്കാൻ കൈവച്ച ആ നിമിഷം അത് സംഭവിച്ചു. കാറിന്റെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഒരു വൈദ്യുതി തകരാറ് പോലെ ഒരു ശബ്ദത്തോടെ സ്വയം അടഞ്ഞു. എല്ലാ ഡോറുകളും ലോക്കായി. എന്തായത്, ലോക്ക് തനിയെ അടഞ്ഞല്ലോ, വിവേക് പരിഭ്രാന്തനായി. അമൽ ഡോർ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ ലോക്ക് തുറന്നില്ല. അവൻ റിമോട്ട് എടുത്ത് ലോക്ക് ബട്ടൺ അമർത്തി നോക്കി. ഡോർ വീണ്ടും ലോക്കായി. അവൻ അൺലോക്ക് ബട്ടൺ അമർത്തി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ നിമിഷം പിറകിൽ നിന്നും ആരോ വിങ്ങിക്കരയുന്ന ഒരു ശബ്ദം കേട്ടു. അത് ഹാരിസിന്റെ ശബ്ദമായിരുന്നില്ല. അത് അവരുടെ കാറിന് പുറത്തുനിന്നാണ് കേട്ടത്. അമലും വിവേകും പരസ്പരം നോക്കി. പിന്നെ പതിയെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് കറുത്ത രാത്രി മാത്രം. മരങ്ങളുടെ ശിഖരങ്ങൾ കാറ്റിലാടുന്നു.
ഒരു നേർത്ത മൂടൽമഞ്ഞ് അവരുടെ കാറിന്റെ ബോണറ്റിൽ തങ്ങി നിന്നു. ഒരു കുട്ടി കരയുന്ന ശബ്ദം പോലെ വിവേക് സംശയിച്ചു. "നീ അത് കേൾക്കണ്ട വിവേക്," അമൽ പെട്ടെന്ന് പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു. അമലിന്റെ കണ്ണുകൾ പുറത്ത് കാറിന്റെ സൈഡ് മിററിലായിരുന്നു. മിററിലൂടെ പിന്നിലെ സീറ്റിന്റെ ഭാഗം വ്യക്തമായി കാണാം. ആ സീറ്റ് ബെൽറ്റ് അത് പതിയെ അൺലോക്കായി. അതിനുശേഷം ഒരു കൈപ്പത്തി, വൃത്താകൃതിയിലുള്ള ഒരു കൈപ്പത്തി. അത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്ര വെളുത്ത നേരിയ കൈപ്പത്തി. അത് കാറിന്റെ പിൻസീറ്റിൽ നിന്ന് പുറത്തെ ഡോറിന്റെ ഹാൻഡിലിന്റെ അടുത്തേക്ക് നീണ്ടു. വളരെ പതിയെ. ഒരു കുട്ടിയുടെ കൈയിന്റെ വലുപ്പം. ആ കൈ ഡോറിൽ തട്ടി. ഒരു ശബ്ദത്തോടെ ഡോർ അൺലോക്കായി. "എടാ, ഡോർ അൺലോക്കായി!" അമൽ അലറി. അവൻ ആക്സിലേറ്ററിൽ കാലമർത്തി. കാർ അതിവേഗം മുന്നോട്ട് പാഞ്ഞു. കാർ മുന്നോട്ടു പോകുമ്പോൾ ഹാരിസ് കരഞ്ഞുകൊണ്ട് പിൻസീറ്റിലിരിക്കുന്ന ആ 4ാമത്തെ യാത്രക്കാരന്റെ കൈയിലെ വിരലുകൾ തന്റെ തോളിലുരസിയതറിഞ്ഞു. തണുത്തൊരു സ്പർശം. "പോകാമൽ!" പെട്ടെന്ന് ഹാരിസ് ഒരലർച്ചയോടെ ആ കൈയുടെ സ്പർശം മാറ്റാനായി സീറ്റിൽ ചാരിയിരുന്നു. കാർ അതിവേഗം മുന്നോട്ടു പാഞ്ഞു. മുന്നിൽ ദൂരെ ഹൈവേയുടെ മഞ്ഞ വെളിച്ചം. കാർ ഹൈവേയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ മൂടൽമഞ്ഞും തണുപ്പും ഗന്ധവും എല്ലാം മാഞ്ഞുപോയി. വീണ്ടും ചൂടുള്ള, തിരക്കുള്ള, ശബ്ദമുഖരിതമായ അന്തരീക്ഷം. അമൽ വണ്ടി ഒരു സർവീസ് സ്റ്റേഷനടുത്ത് നിർത്തി. അവർ 3 പേരും കിതച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. "എന്തായിരുന്നു അത്? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല," വിവേക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. "ഒരു കുട്ടിയുടെ കൈപ്പത്തി," അമൽ പറഞ്ഞു. "ഞാൻ മിററിലൂടെ കണ്ടതാണ്. ആരുമില്ലാത്ത സീറ്റിൽ നിന്ന് ഒരു കൈ." ഹാരിസ് റോഡരികിൽ നിന്ന് ഛർദ്ദിച്ചു. അവന്റെ ശരീരം തളർന്നു പോയിരുന്നു. "നമ്മുടെ കാറിൽ നമ്മളല്ലാതെ വേറെ ആരോ ഉണ്ടായിരുന്നു. ഒരു കുട്ടി. അവൻ ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു," ഹാരിസ് വിതുമ്പി. അമൽ വിവേകിന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി ഹാരിസിന് നൽകി. അപ്പോഴാണ് വിവേക് ആ കാര്യം ശ്രദ്ധിച്ചത്. അവൻ അമലിന്റെ തോളിൽ തട്ടി അവനെ നോക്കി. "അമൽ, സമയം നോക്ക്." അമൽ അവന്റെ ഫോണിലേക്ക് നോക്കി. സമയം 11:32 PM. "എന്താ, 5 മിനിറ്റ് മുന്നല്ലേ നമ്മൾ ഹൈവേയിലേക്ക് വന്നത്?" അമൽ നെറ്റി ചുളിച്ചു. "അല്ല അമൽ, നമ്മൾ ഹൈവേയിലേക്ക് വന്നപ്പോൾ സമയം 11:27 ആയിരുന്നു. ഞാൻ കൃത്യമായി ഓർക്കുന്നു. ഞാൻ ക്ലോക്കിൽ നോക്കി. നമ്മൾ ആ മരത്തിന്റെ ചുവട്ടിലൂടെ കടന്നുപോയ ശേഷം." വിവേക് പാതിയിൽ നിർത്തി. "അങ്ങനെയെങ്കിൽ ഇവിടെ എത്താൻ 5 മിനിറ്റ് സമയം മതി. ഇതിലെന്താ ഇത്ര അത്ഭുതം?" അമൽ ചോദിച്ചു. "ഇല്ല അമൽ, ഇപ്പോൾ സമയം 11:32 ആണ്. പക്ഷേ നമ്മൾ ആ മരത്തിന്റെ ചുവട്ടിൽ വണ്ടി നിർത്തി. ആ ശ്വാസം കേട്ട് പിന്നെ പേടിച്ച് പാഞ്ഞു വരാൻ 5 മിനിറ്റ് മതിയോ? നമ്മൾ ഒരുപാട് ദൂരം ഓടിയില്ലേ? കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഓടിയിട്ടുണ്ടാവില്ലേ?" അമലും ഹാരിസും നിശബ്ദരായി. ആ ഭീകരമായ കാട്ടുവഴിയിലൂടെ ഭയം കൊണ്ട് മരവിച്ച മനസ്സുമായി തങ്ങൾ ഓടിയത് 5 മിനിറ്റ് മാത്രമായിരുന്നു. തങ്ങളുടെ സമയം, തങ്ങളുടെ ലോകം ആ 4ാമത്തെ യാത്രക്കാരൻ മാറ്റിമറിച്ചു കളഞ്ഞോ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. തങ്ങൾ ആ രാത്രിയിൽ കണ്ടുമുട്ടിയത് വെറുമൊരു പ്രേതത്തെ ആയിരുന്നില്ല. അത് തങ്ങളുടെ സമയത്തെയും യാഥാർത്ഥ്യത്തെയും സ്വന്തമാക്കിയ ഒരു അദൃശ്യ ശക്തിയായിരുന്നു. ഈ യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. സർവീസ് സ്റ്റേഷനടുത്ത് വെളിച്ചത്തിൽ ആ 3 പേർ തളർന്നിരുന്നു. ഭയം അവരുടെ ഓരോ അണുവിലും അള്ളിപ്പിടിച്ചിരുന്നു. 5 മിനിറ്റ്. അതെങ്ങനെയാണമൽ? 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അത്രയും ദൂരം ഓടിയിട്ടില്ല. ആ പഴയ റോഡ്, അത് കുറഞ്ഞത് 20 കിലോമീറ്ററെങ്കിലും ഉണ്ടായിരുന്നു. വിവേക് നെഞ്ചെടുപ്പ് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അമൽ ഒന്നും മിണ്ടിയില്ല. അവൻ തന്റെ സ്കോർപിയോയുടെ പിൻഡോറുകൾ തുറന്നു നോക്കി. സീറ്റുകൾ പരിശോധിച്ച് കൈകൾ കൊണ്ട് തടവി. നനഞ്ഞ പാടുകളില്ല. സീറ്റ് ബെൽറ്റ് ഊരിയിരിക്കുന്നു. "വിവേക്, ഹാരിസ്, നിങ്ങൾ 2 പേരും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരാണോ?" അമൽ പെട്ടെന്ന് ചോദിച്ചു. ഹാരിസ് തലയുയർത്തി. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. "ഞാൻ കണ്ടതാണ്. ആ വെളുത്ത കൈ, അത് ഡോർ ലോക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ എന്റെ തോളിൽ തണുത്തൊരുരസലും," ഹാരിസ് വിറച്ചുകൊണ്ട് പറഞ്ഞു. വിവേക് പതിയെ കാറിന്റെ മുന്നിലേക്ക് വന്നു. ഒരുപക്ഷെ ഇതൊരു കൂട്ടായ മനോവിഭ്രാന്തിയാകാം. ഉറക്കമില്ലായ്മ, അമിതമായ ഭക്ഷണം, പിന്നെ ആ പഴയ വഴി, അതിന്റെ അന്തരീക്ഷം, പിന്നെ നമ്മുടെ കാറിന് തകരാറ് സംഭവിച്ചപ്പോൾ അതിനോടൊപ്പം നമ്മുടെ മനസ്സും തകരാറിലായി. അവൻ തന്റെ ഊഹം പറഞ്ഞു. "തകരാറോ? ഡോർ സ്വയം ലോക്കാകുന്നത് തകരാറാണ്. പക്ഷെ ആരുമില്ലാത്ത സീറ്റിൽ നിന്ന് ശ്വാസമെടുക്കുന്ന ശബ്ദം, അത് എന്ത് തകരാറാണ് വിവേക്? നമ്മൾ 3 പേരും ഒരേ കാര്യമല്ലേ കേട്ടത്? ഒരേ നിമിഷം." അമലിന്റെ ശബ്ദമുയർന്നു. "എന്നാലും സമയത്തിലെ ആ മാറ്റം?" വിവേക് നിസ്സഹായനായി ചോദിച്ചു. "നമ്മൾ ആ ആൽമരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഏതോ ഒരു സമയത്തിന്റെ കെണിയിലകപ്പെട്ടു. ചിലപ്പോൾ നമ്മുടെ 5 മിനിറ്റ് ആ സ്ഥലത്തെ അരമണിക്കൂറോ 1 മണിക്കൂറോ ആകാം." അമൽ ചുറ്റും നോക്കി. "എന്തായാലും ഇനി അവിടെയല്ല നമ്മുടെ ശ്രദ്ധ. നമുക്ക് പോകണം. എത്രയും പെട്ടെന്ന് എറണാകുളത്തെത്തണം." അവർ കാറിൽ തിരികെ കയറി. ഇത്തവണ ഹാരിസ് ധൈര്യം സംഭരിച്ച് മുൻസീറ്റിൽ വിവേകിന്റെ അടുത്തായി ഇരുന്നു. പിറകിലെ സീറ്റ് ഒഴിഞ്ഞുകിടന്നു.
ഒരു തരം ശൂന്യത ആ സീറ്റിൽ തളം കെട്ടി നിന്നു. യാത്ര തുടങ്ങി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. ഹൈവേയിലൂടെ വണ്ടി 90 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചു. അമലും വിവേകും പരമാവധി ആ വിഷയം സംസാരിക്കാതിരിക്കാൻ ശ്രമിച്ചു. റേഡിയോയിൽ പഴയ മലയാളം പാട്ടുകൾ നേരിയ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വിവേകിന്റെ മൊബൈൽ ഫോൺ ഉറക്കെ ശബ്ദിച്ചത്. നോട്ടിഫിക്കേഷൻ ടോൺ ആയിരുന്നില്ല, ഒരു സാധാരണ ഫോൺ കോൾ. ആരാണ് ഈ സമയത്ത്? വിവേക് ഫോൺ എടുത്തു നോക്കി. അൺനോൺ നമ്പർ. എടുക്കണ്ട വിവേക്, അമൽ പറഞ്ഞു. ഈ രാത്രിയിൽ അജ്ഞാത നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ നല്ലതിനല്ല. ഒന്നുമില്ലടാ, ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി കേസ് വല്ലതും ആണെങ്കിലോ. വിവേക് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, വിവേക് പറഞ്ഞു. മറുതലയ്ക്കൽ നിന്ന് മറുപടിയില്ല, കടുത്ത നിശബ്ദത മാത്രം. അവൻ കോൾ കട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഉടനെ ഒരു നേർത്ത ശബ്ദം, വളരെ ദൂരെ നിന്ന് വരുന്നത് പോലെ, ഒരു കുട്ടി ചിരിക്കുന്ന ശബ്ദം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? വിവേക് ശബ്ദമുയർത്തി ചോദിച്ചു. വീണ്ടും നിശബ്ദത. അതിനിടയിൽ പൊടുന്നനെ വിവേകിന്റെ കാതുകളിലേക്ക് ആ ശബ്ദം തുളച്ചു കയറി. അത് സംസാരമായിരുന്നില്ല, ഒരു താരാട്ടുപാട്ടിന്റെ ഈണമായിരുന്നു. അത്ഭുതത്തോടെ വിവേക് ഫോൺ അമലിനെ കാണിച്ചു. അമൽ ഒരു നിമിഷം ഫോൺ ചെവിയോട് ചേർത്തു. വെറും നേരിയ ഒരു ഈണം മാത്രം. അമൽ ഫോൺ തിരികെ വിവേകിന് നൽകി. വെറും താരാട്ടാണ്, നെറ്റ്വർക്കിന്റെ പ്രശ്നമാകാം, കട്ട് ചെയ്തേക്ക്. വിവേക് ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ കട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. സ്ക്രീനിൽ കോൾ കണക്ട് ചെയ്തു തന്നെ കിടന്നു. ആ നിമിഷം താരാട്ടുപാട്ടിന്റെ ഈണത്തിൽ ഒരു മാറ്റം വന്നു. അത് താരാട്ടല്ല, ഒരു വിലാപം പോലെയായി. എന്റെ മോൻ, എന്റെ മോൻ, എവിടെ എവിടെ പോയി അവൻ? ഒരു സ്ത്രീയുടെ നേർത്ത തേങ്ങൽ. വിവേക് പേടിച്ച് ഫോൺ താഴെയിട്ടു. അത് കാറിന്റെ സീറ്റിന്റെ അടിയിലേക്ക് തെറിച്ചു വീണു. ആരായിരുന്നു അത്? ഹാരിസ് ഭയന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ഒരു സ്ത്രീ കരയുന്ന ശബ്ദം. എന്റെ മകൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നു, വിവേക് കിതപ്പോടെ പറഞ്ഞു. അമൽ ബ്രേക്ക് ചവിട്ടി കാർ റോഡരികിൽ ഒതുക്കി. നമ്മളിനി എങ്ങോട്ടും പോകുന്നില്ല, ഈ കാറിനുള്ളിൽ എന്തോ ഉണ്ട്, അമൽ പറഞ്ഞു. അമലും വിവേകും കൂടി ഫോൺ തപ്പിയെടുക്കാൻ ശ്രമിച്ചു. മുൻസീറ്റിന്റെ അടിയിലേക്ക് അമൽ തന്റെ കൈയിട്ടു. വിരലുകൾ ഫോണിൽ തട്ടിയപ്പോൾ അത് ഭീകരമായ ഒരു തണുപ്പുള്ള വസ്തുവായി അവന് തോന്നി. അവൻ ഞെട്ടി കൈവലിച്ചു. എന്താ അമൽ? വിവേക് ചോദിച്ചു. തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഞാൻ പിടിച്ചത് ഫോണിലല്ല എന്ന പോലെ. അമൽ വിയർത്തു. അവൻ വീണ്ടും കൈയിട്ടു. ഇത്തവണ അവൻ ഫോൺ കൈക്കലാക്കി. ഫോൺ എടുത്ത് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, ബാക്കി സീറ്റുകളിലെല്ലാം സാധാരണ ചൂട് മാത്രം. പക്ഷേ വിവേകിന്റെ സീറ്റിന്റെ താഴെ ഒരു ചെറിയ നനഞ്ഞ പാട്. വിവേക് മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി. കോൾ ഇപ്പോഴും കട്ടായിട്ടില്ല. അതിലൊരു ടൈമർ ഓടുന്നുണ്ടായിരുന്നു. കോൾ ദൈർഘ്യം 11:27 PM മുതൽ. അവർ ഭയം കൊണ്ട് തറഞ്ഞുപോയി. 11:27 PM. അവർ ആ ആൽമരത്തിന്റെ ചുവട്ടിലെത്തിയ ആ നിമിഷം മുതൽ ആരോ തങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. വിവേക് കോൾ ഡിസ്കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. അവന്റെ വിരലുകൾ പലതവണ ഡിസ്കണക്ട് ബട്ടണിൽ അമർന്നു. പക്ഷേ കോൾ കട്ടായില്ല. അമൽ വിവേകിന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. വേണ്ട, അതിവിടെ വെച്ചാൽ നമ്മൾ സുരക്ഷിതരായിരിക്കില്ല, അമൽ ഉറക്കെ അലറി. ഫോൺ ഇരുട്ടിലേക്ക് തെറിച്ചു വീണു. അതിന്റെ സ്ക്രീൻ ഇരുട്ടിൽ ഒരു മിന്നാമിന്നിയെപ്പോലെ മിന്നി. കാർ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. ആർക്കും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഹാരിസ് കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചു. അമൽ കാർ അതിവേഗം ഓടിക്കുമ്പോൾ അവന്റെ ശ്രദ്ധ റോഡിലായിരുന്നില്ല, പിന്നിലെ സീറ്റിലായിരുന്നു. കാറിന്റെ റിയർ വ്യൂ മിററിൽ ആ സീറ്റ്, ഒഴിഞ്ഞ സീറ്റ്. അമലിന് തോന്നി ആ സീറ്റിൽ അവന്റെ പ്രതിബിംബത്തിന് പിന്നിൽ ഒരു നിഴൽ, ഒരു കൊച്ചു നിഴൽ. അവൻ മനഃപൂർവ്വം മിററിലേക്ക് നോക്കുന്നത് നിർത്തി. പക്ഷേ അവന്റെ മനസ്സിൽ ആ സീറ്റ് വ്യക്തമായി തെളിഞ്ഞു നിന്നു. പെട്ടെന്ന് കാറിനുള്ളിലെ അന്തരീക്ഷം മാറി മറിഞ്ഞു. ആ തണുത്ത നനഞ്ഞ ഗന്ധം, ഇലക്ട്രിക്കൽ തകരാറുണ്ടാകുമ്പോൾ വരുന്ന പോലത്തെ ഒരു പുകയുടെ ഗന്ധം. എനിക്കെന്തോ മണം വരുന്നു, ഒരു പഴകിയ മണം, ഹാരിസ് ശബ്ദിച്ചു. വിവേക് തലയാട്ടി. എനിക്കും വല്ലാത്ത കട്ടിയുള്ള ഗന്ധം. അമൽ AC ഓഫ് ചെയ്തു, ജനലുകൾ താഴ്ത്തി. പുറത്തുനിന്ന് ശുദ്ധവായു അകത്തേക്ക് വന്നു. പക്ഷെ ആ ഗന്ധം പോകുന്നില്ല. അത് കാറിനുള്ളിൽ തങ്ങി നിന്നു, പ്രത്യേകിച്ച് പിൻസീറ്റിൽ. അമൽ സൈഡ് മിററിലേക്ക് നോക്കി. ആ സമയം അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാറിന്റെ പുറകിലെ ഗ്ലാസിൽ ഒരു മങ്ങൽ, ഒരു നനഞ്ഞ മങ്ങൽ. ആ മങ്ങലിൽ വളരെ വ്യക്തമായി ഒരു കൈപ്പത്തിയുടെ അടയാളം, ഒരു കൊച്ചു കൈപ്പത്തി. അത് അകത്തുനിന്നുള്ള ഈർപ്പം കൊണ്ടല്ല, പുറത്തുനിന്ന് വെളിച്ചമടിക്കുമ്പോൾ അകലേക്ക് കാണുന്ന ഒരു പാടുപോലെ. അമൽ പേടിച്ച് സ്റ്റിയറിംഗിൽ അമർത്തി. ഹോൺ നീണ്ടു മുഴങ്ങി. അമൽ, പതിയെ, എന്താ പറ്റിയത്? വിവേക് ഉറക്കെ ചോദിച്ചു. എടാ, പുറകിലെ ഗ്ലാസ്, നീ എവിടേക്ക് നോക്ക്, അമൽ ചൂണ്ടിക്കാട്ടി. വിവേക് പിൻസീറ്റിലേക്ക് തിരിഞ്ഞു നോക്കി. ആരും അവിടെയില്ല. പക്ഷേ പുറകിലെ ഗ്ലാസിൽ കൈപ്പത്തിയുടെ അടയാളം വിവേകും കണ്ടു.
അത് അവരെ നോക്കി ചിരിക്കുന്ന ഒരു കുട്ടിയുടെ മുഖം പോലെ വികൃതമായി തോന്നി. ഇതെന്താണ്? നമ്മുടെ കൂടെ നമുക്ക് കാണാൻ പറ്റാത്ത ആരോ കൂടിയുണ്ട്. വിവേക് വിറച്ചു. അയാൾ ഇരിക്കുന്നത് പുറത്താണ്, നമ്മുടെ കാറിന് മുകളിൽ. അമൽ ഭ്രാന്തമായി ചിന്തിച്ചു. ഇല്ല, ഇത് അകത്തു നിന്നുള്ള പാടാണ്. അകത്തു നിന്നാണത് കാണുന്നത്, ഹാരിസ് പറഞ്ഞു. ആ നിമിഷം ആ അടയാളം മാഞ്ഞുപോയി. അങ്ങനെയൊന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ നേർത്ത ഒരു ലക്ഷണം പോലും ബാക്കി വയ്ക്കാതെ അമൽ ഭ്രാന്തമായ വേഗത്തിൽ വണ്ടി ഓടിച്ചു. എത്രയും പെട്ടെന്ന് ജനവാസമുള്ള ഒരിടത്ത് എത്തണം. അപ്പോഴാണ് വിവേക് ആ സത്യം മനസ്സിലാക്കിയത്. അവൻ തന്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ തപ്പിയെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൻ അത് ഓർമ്മ വന്നത്. അമൽ അത് പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞിരുന്നു. എന്റെ ഫോൺ അത് പോയല്ലോ. വിവേക് വിയർത്തു. സാരമില്ല വിവേക്, നമ്മൾ സുരക്ഷിതരായാൽ നിനക്ക് വേറെ ഫോൺ വാങ്ങിത്തരാം, അമൽ പറഞ്ഞു. അപ്പോഴാണ് കാറിന്റെ ഡാഷ്ബോർഡിൽ ഘടിപ്പിച്ച നാവിഗേഷൻ സിസ്റ്റം സ്വയം ഓണായത്. അത് സാധാരണയായി ഓൺ ആകണമെങ്കിൽ അമൽ അതിലൊരു കോഡ് നൽകണം. ഇതെങ്ങനെ ഓണായി? അമൽ അത് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ആ സിസ്റ്റം അമലിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല. സ്ക്രീനിൽ ഒരു നീല വെളിച്ചം മാത്രം. അതിൽ വെളുത്ത അക്ഷരങ്ങളിൽ ആരോ എന്തോ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. അമലിനും വിവേകിനും ഹാരിസിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ നിസ്സഹായരായി ആ സ്ക്രീനിലേക്ക് നോക്കി. അവിടെ തെളിഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: നിങ്ങൾ എന്തിനാണ് എന്നെ തനിച്ചാക്കിയത്? അത് വായിച്ചതും അമലിന്റെ കൈ സ്റ്റിയറിംഗിൽ നിന്നും വഴുതിപ്പോയി. നിർത്ത്, വണ്ടി നിർത്ത്, ഹാരിസ് നിലവിളിച്ചു. അമൽ വണ്ടി റോഡരികിലേക്ക് പെട്ടെന്ന് ഒതുക്കി നിർത്തി. ഇതെന്താടാ ഇത്? നമ്മുടെ കാറല്ലേ? ഇതിൽ കയറിയിട്ടുള്ളത് നമ്മളല്ലേ? വിവേക് പരിഭ്രാന്തനായി. നാവിഗേഷൻ സിസ്റ്റം അതിവേഗം ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെയില്ലേ? അപ്പോൾ നിങ്ങളെന്തിനാണ് എന്നെ പുറത്താക്കിയത്? പിന്നീട് എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞുപോയി. പകരം ഒരു ചോദ്യചിഹ്നം മാത്രം. അമൽ ആ സിസ്റ്റം ഓഫ് ചെയ്യാൻ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ അത് ഓഫാകുന്നില്ല. അപ്പോഴാണ് സിസ്റ്റം വീണ്ടും പുതിയ വാക്കുകൾ എഴുതാൻ തുടങ്ങിയത്. ഇത്തവണ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഭീകരമായി. എനിക്ക് തണുക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് കരയണം. അതിനുശേഷം സിസ്റ്റത്തിന്റെ സ്ക്രീൻ പൂർണ്ണമായും കറുത്തുപോയി. അതിൽ ഒരു ചുവന്ന വെളിച്ചം മാത്രം. ഒരു കുട്ടിയുടെ മുഖം പോലെ തോന്നുന്ന ഒരു ചിത്രം. അത് ആ സിസ്റ്റത്തിൽ തങ്ങി നിന്നു. മുഖമില്ലാത്ത കറുത്ത കണ്ണുകളുള്ള ഒരു ചിത്രം. അമൽ ആ സിസ്റ്റം ബലമായി വലിച്ചു പൊളിക്കാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. ആ സമയത്ത് അവൻ റോഡിലേക്ക് നോക്കി. അവിടെ ഇരുട്ടിൽ അവരുടെ കാറിന് മുന്നിൽ റോഡിന്റെ മധ്യത്തിൽ ഒരു തടസ്സം. പഴയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ടോൾ ഗേറ്റ് പോലെ. ഒരു നീണ്ട ബാരിയർ. അതിന്റെ ഇരുവശത്തും കാട് പിടിച്ച മതിലുകൾ. അത് റോഡിനെ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ഇവിടെ ടോൾ ഗേറ്റോ? ഈ ഹൈവേയിൽ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ലല്ലോ, അമൽ അമ്പരന്നു. ഇത് പഴയ വഴിയായിരിക്കും. അടച്ചുപൂട്ടിയ ടോൾ ഗേറ്റ് ആവാം. നമുക്ക് യു ടേൺ എടുത്ത് പോകാം, വിവേക് പറഞ്ഞു. അമൽ തലയാട്ടി. അവൻ വണ്ടി തിരിക്കാൻ റിവേഴ്സ് ഗിയറിൽ ഇട്ടു. ആ നിമിഷം കാറിന്റെ സെൻസറുകൾ ഉണർന്നു. പിറകിൽ എന്തോ തടസ്സമുണ്ടെന്ന് കാണിക്കുന്നു. അമൽ ബ്രേക്ക് ചവിട്ടി. പുറകിൽ എന്തോ ഉണ്ട്. പക്ഷെ ഞാൻ ഇത്രയും നേരം വണ്ടി ഓടിച്ചത് ഹൈവേയിലൂടെയല്ലേ? പിറകിൽ വേറെ കാറുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവൻ ശ്രദ്ധയോടെ പിന്നിലേക്ക് നോക്കി. ഇരുട്ടിൽ മരങ്ങൾ മാത്രം. അമൽ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. വിവേകും ഹാരിസും അവന്റെ പിന്നാലെ ഇറങ്ങി. പുറത്ത് കടുത്ത തണുപ്പ്. ആ തണുപ്പ് ഹൈവേയിൽ നിന്നും വരുന്നതായിരുന്നില്ല. ആ പഴയ വഴിയിൽ നിന്നും അവരെ പിന്തുടർന്നെത്തിയ തണുപ്പായിരുന്നു അത്. അമൽ പിന്നിലേക്ക് നടന്നു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോഡ് വ്യക്തമായി കാണാം. അവിടെ റോഡിന്റെ മധ്യത്തിൽ ഒന്നുമില്ല. വെറും ടാർ റോഡ് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, വെറും തോന്നലാണെന്ന്, അമൽ ആശ്വസിച്ചു. അവൻ തിരിഞ്ഞ് കാറിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ വിവേക് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അമൽ നോക്ക്. വിവേകിന്റെ കണ്ണുകൾ കാറിന്റെ പിൻഭാഗത്തെ ഗ്ലാസ്സിലായിരുന്നു. അമൽ തിരിഞ്ഞു നോക്കി. അവന്റെ കാറിന്റെ പുറകിലെ ഗ്ലാസ്സിൽ ഉള്ളിൽ നിന്നും രണ്ട് ചുവന്ന തീക്കനൽ പോലെ തിളങ്ങുന്ന കണ്ണുകൾ അവർ 3 പേരും കണ്ടു. ആ കണ്ണുകൾ അവരെ തന്നെ നോക്കി നിന്നു. അവയ്ക്ക് ഒരു കുട്ടിയുടെ കണ്ണുകളുടെ വലുപ്പമാണ്. മുഖമോ ശരീരമോ കാണുന്നില്ല. വെറും 2 ചുവന്ന തിളക്കങ്ങൾ. വേഗം കാറിൽ കയറ്, അമൽ അലറി. അവർ 3 പേരും കാറിനടുത്തേക്ക് ഓടി. അമൽ ഡ്രൈവിംഗ് സീറ്റിൽ ചാടിക്കയറി. ഡോർ വലിച്ചടച്ചു. വിവേകും ഹാരിസും അകത്തേക്ക് കയറി. അമൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കാർ സ്റ്റാർട്ടായില്ല. വീണ്ടും ശ്രമിച്ചു. പക്ഷേ എന്നിട്ടും കാർ സ്റ്റാർട്ടായില്ല. ആ സമയം ആ 2 ചുവന്ന കണ്ണുകൾ പതിയെ കാറിന്റെ ഗ്ലാസിൽ നിന്ന് ഡോറിന്റെ ഗ്ലാസിലേക്ക് നീങ്ങി. പിന്നെ പതിയെ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തെത്തി. അവയുടെ തീവ്രത കൂടിക്കൂടി വന്നു. ആ കണ്ണുകളിൽ നിന്നും കാറിന്റെ ചില്ലിലേക്ക് നേർത്ത ഒരു ചുവന്ന പ്രകാശം പരന്നു. അമൽ ഭയം കൊണ്ട് വിറച്ചുപോയി. അവൻ വീണ്ടും കീ തിരിച്ചു. എൻജിൻ സ്റ്റാർട്ടാക്കണം. ആ സമയം ആ കണ്ണുകൾക്ക് പിന്നിൽ നിന്നും ഒരു നേർത്ത ശബ്ദം.
വളരെ നേർത്ത ഒരു കരച്ചിൽ. അതോ ഒരു ചിരിയോ? അമൽ വേഗം വണ്ടി സ്റ്റാർട്ടാക്ക്, വിവേക് നിലവിളിച്ചു. അമൽ അവസാനമായി കീ തിരിച്ചു. എഞ്ചിൻ ഒരു വെടിയൊച്ചയോടെ സ്റ്റാർട്ടായി. അമൽ അതിവേഗം വണ്ടി മുന്നോട്ടെടുത്തു, ബാരിയറിനടുത്തേക്ക്. അവർ ആ ടോൾ ബൂത്തിനടുത്തെത്തിയപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, ബാരിയർ സ്വയം ഉയർന്നു. യാതൊരു ശബ്ദവുമില്ലാതെ വളരെ പതിയെ അമൽ വണ്ടി ആ ബാരിയറിനടിയിലൂടെ മുന്നോട്ട് പായിച്ചു. അത് കടന്ന ശേഷം അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ബാരിയർ വീണ്ടും താഴാൻ തുടങ്ങിയിരിക്കുന്നു. ബാരിയറിനപ്പുറം തങ്ങളുടെ കാറിന്റെ പുറകിൽ റോഡിന്റെ മധ്യത്തിൽ ഒരു കൊച്ചു രൂപം, ഒരു നനഞ്ഞ വെളുത്ത കുട്ടിയുടെ രൂപം. ആ രൂപത്തിന് മുഖമില്ല, പക്ഷെ അതിന്റെ ശരീരത്തിൽ നിന്നും 2 ചുവന്ന കണ്ണുകൾ മാത്രം തിളങ്ങി നിന്നു. അവൻ എവിടെയുണ്ട്? ഹാരിസ് നിലവിളിച്ചു. അമൽ വണ്ടി അതിവേഗം മുന്നോട്ട് ഓടിച്ചു. കാർ ബാരിയറിനപ്പുറത്തേക്ക് പാഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ബാരിയർ പൂർണ്ണമായും അടഞ്ഞു. അമൽ വണ്ടി 1 കിലോമീറ്റർ കൂടി ഓടിച്ച ശേഷം പിന്നെ ഒരു കവലയിൽ നിർത്തി. എടാ, എന്തായിരുന്നു അത്? ഒരു പഴയ പ്രേതകഥ പോലെ, വിവേക് ഭയത്തോടെ പറഞ്ഞു. നമ്മൾ ആ ടോൾ ഗേറ്റ് കടന്നില്ലായിരുന്നെങ്കിൽ, അമൽ പറഞ്ഞു. ആ ബാരിയർ, അത് നമ്മളെ തടയാൻ വേണ്ടി വന്നതായിരുന്നു. ഹാരിസ് വിറച്ചുകൊണ്ട് കാറിന്റെ പിൻസീറ്റിലേക്ക് നോക്കി. അവിടെ ഇപ്പോഴും ആ തണുപ്പുണ്ട് അമൽ, ഹാരിസ് പറഞ്ഞു. നമ്മുടെ കൂടെ അവൻ ഇപ്പോഴുമുണ്ട്. അവൻ വിറച്ചു. അമൽ പിൻസീറ്റിലെ ലെതർ കവറിൽ കൈവച്ചു. തണുപ്പ് മറ്റ് സീറ്റുകളെക്കാൾ കഠിനമായ മരവിപ്പിക്കുന്ന തണുപ്പ്. ഒരു പെട്രോൾ പമ്പിനടുത്ത് വണ്ടി നിർത്തി അവർ 3 പേരും പുറത്തേക്കിറങ്ങി. അവിടെ നല്ല വെളിച്ചമുണ്ട്, ആളുകളുണ്ട്. അമൽ ടോയ്ലറ്റിൽ പോകാനായി നടന്നു. പോകുന്ന വഴിക്ക് അവൻ കാറിന്റെ ചില്ലിൽ തന്റെ പ്രതിബിംബം നോക്കി. അവിടെ അവൻ കണ്ടത് അവന്റെ പ്രതിബിംബം. പക്ഷെ അവന്റെ പ്രതിബിംബത്തിൽ അവന്റെ പിന്നിൽ ഹാരിസ് ഇരിക്കുന്ന സീറ്റിൽ ഒരു കൊച്ചുകുട്ടി. ആ കുട്ടിയുടെ മുഖം അവ്യക്തമാണ്, പക്ഷെ അതിന്റെ കണ്ണുകൾ ചുവന്നതാണ്. ആ കുട്ടി അവനെ നോക്കിച്ചിരിക്കുന്നു, പല്ലില്ലാത്ത ഒരു നേർത്ത ചിരി. അമൽ ഭയം കൊണ്ട് തറഞ്ഞുപോയി. അവൻ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. ഇല്ല, ആരുമില്ല, അവന്റെ പ്രതിബിംബം മാത്രം. പക്ഷെ അവൻ തിരിഞ്ഞ് കാറിനകത്തേക്ക് നോക്കിയപ്പോൾ ഹാരിസ് ഇരിക്കുന്ന സീറ്റിന്റെ സൈഡ് ഗ്ലാസിൽ അകത്തു നിന്നും നനഞ്ഞ ഒരു കൈപ്പത്തിയുടെ അടയാളം, ഒരു പുതിയ തെളിഞ്ഞ അടയാളം. അമൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ ടോയ്ലറ്റിലേക്ക് പോകുന്നത് പോലെ നടന്നു. അവന്റെ ലക്ഷ്യം ആരെയെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് നോക്കുകയായിരുന്നു. അതിനായി അവൻ അടുത്ത് കണ്ട കടയിലേക്ക് നടന്നു. അവിടെയാണ് അവൻ അത് കണ്ടത്. ഒരു പത്രമാണ്. ഇന്നത്തെ ദിവസം. അതിലെ പ്രധാന വാർത്ത: 20 വർഷം മുമ്പ് ഹൈവേയിൽ ടോൾ ഗേറ്റിനടുത്ത് കാർ അപകടം, അമ്മയും കുട്ടിയും മരിച്ചു, മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വാർത്തയുടെ അടിയിൽ ഒരു പഴയ ഫോട്ടോ, ഒരു കൊച്ചുകുട്ടിയുടെ അവ്യക്തമായ ചിത്രം. അമലിന് തന്റെ ലോകം കറങ്ങുന്നതായി തോന്നി. തങ്ങളിപ്പോൾ പുറപ്പെട്ടത് വെറും ഒരു യാത്രയിലായിരുന്നില്ല. 20 വർഷം മുമ്പ് സംഭവിച്ച ഒരു അപകടത്തിന്റെ സമയത്തിലൂടെയായിരുന്നു. ആ അമ്മയും കുട്ടിയും അവരിപ്പോഴും യാത്രയിലാണ്. അമൽ തലകറങ്ങി അവിടെയിരുന്നു. ഇതാണ് സത്യം. ആ 4ാമത്തെ യാത്രക്കാരൻ, അവൻ ആ 20 വർഷം മുമ്പുള്ള സമയത്തിൽ തങ്ങളുടെ കാറിൽ ഇപ്പോഴുമുണ്ട്. അവന്റെ അമ്മയുടെ വിലാപം, അത് നെറ്റ്വർക്ക് കിട്ടാത്ത നമ്പറിൽ നിന്നും അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇനി എന്ത് സംഭവിക്കുമെന്ന് അവന് ഊഹിക്കാനായില്ല. പെട്രോൾ പമ്പിലെ കടുത്ത വെളിച്ചത്തിലും തിരക്കിലും അമലിന്റെ കണ്ണുകളിലെ നിറഞ്ഞുകവിഞ്ഞ ഭയം ഒരു പത്രക്കടലാസിലെ മഷിയിൽ ഒതുങ്ങി നിന്നു. 20 വർഷം മുമ്പുള്ള അപകടം, അമ്മയും കുട്ടിയും, മൃതദേഹങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കുട്ടിയാണ് ഇപ്പോൾ തങ്ങളുടെ കാറിനുള്ളിലെ 4ാമത്തെ യാത്രക്കാരൻ. അവന്റെ അമ്മയുടെ വിലാപമാണ് അജ്ഞാത നമ്പറിൽ നിന്ന് തങ്ങളെ തേടിയെത്തിയത്. താൻ വായിച്ചറിഞ്ഞ ആ സത്യം അമൽ വിവേകിനോടും ഹാരിസിനോടും പങ്കുവച്ചു. അവന്റെ വാക്കുകൾ കേട്ട് ഹാരിസ് നിലത്തു വീഴുമെന്ന് തോന്നി. വിവേകിന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ന്യായവാദത്തിന്റെ അവസാന കണ്ണിയും അപ്രത്യക്ഷമായി. നമ്മളിപ്പോൾ ആ കുട്ടിയുടെ ലോകത്താണ്, അമൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ കാറിൽ 20 വർഷം മുമ്പ് സംഭവിച്ച ആ ഭീകരമായ നിമിഷത്തിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു. ഈ കാർ, ഇത് നമ്മുടേതല്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം, അല്ലെങ്കിൽ ഈ കാർ ഉപേക്ഷിക്കാം. വിവേക് പരിഭ്രാന്തനായി ചുറ്റും നോക്കി. ഉപേക്ഷിച്ചു പോകാൻ നമുക്ക് കഴിയില്ല വിവേക്, അവൻ നമ്മളെ വിടില്ല. ഹാരിസ് ഏങ്ങി. അവൻ തോളിൽ തണുത്ത വിരലുകൾ കൊണ്ട് തലോടുന്നത് എനിക്കിപ്പോഴും അറിയാം. അവൻ നമ്മളിൽ ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ പരസ്പരം നോക്കി. പെട്ടെന്ന് അവർ നിർത്തിയിട്ട സ്കോർപിയോയുടെ ചില്ലിലൂടെ ഒരു ഭീകരമായ ശബ്ദം പുറത്തേക്ക് വന്നു. കാറിനുള്ളിൽ സ്ഥാപിച്ച മ്യൂസിക് സിസ്റ്റം സ്വയം പ്രവർത്തിച്ചിരിക്കുന്നു. റേഡിയോ സ്റ്റേഷനല്ല, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയല്ല, ഒരു പഴയ കഠിനമായ ശബ്ദം. അത് കാറിനുള്ളിലെ സ്പീക്കറുകളിലൂടെ പുറത്തേക്കലറി. വാതിലടയ്ക്കുക, പോകരുത്, എന്റെ മോൻ, അവൻ തനിച്ചാണ്, അവനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഒരു സ്ത്രീയുടെ ശബ്ദം. അത് റേഡിയോയുടെ സ്റ്റാറ്റിക് ശബ്ദത്തിൽ നിന്നും ഉയർന്നു വന്നു.
ആ ശബ്ദം തകർന്ന കാറിന്റെ ഉള്ളിൽ നിന്നും പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നിച്ചു. പെട്രോൾ പമ്പിലെ ജീവനക്കാരും മറ്റ് യാത്രക്കാരും അവരെ ശ്രദ്ധിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ കാറിലായിരുന്നു. അവർ ആ ശബ്ദം കേട്ടതായി തോന്നിയില്ല. പക്ഷേ ആ ശബ്ദം അവരുടെ കാറിനെ ഒരു ഭ്രാന്താലയം പോലെ തോന്നിപ്പിച്ചു. വാ, നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. എല്ലാവരും നമ്മളെ ഭ്രാന്തന്മാരെ പോലെ നോക്കുന്നു, അമൽ അലറി. അവർ തിടുക്കത്തിൽ കാറിലേക്ക് കയറി. അമൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. കാർ അതിവേഗം മുന്നോട്ട് പാഞ്ഞു. പെട്രോൾ പമ്പിലെ വെളിച്ചം പിന്നിലേക്ക് മാഞ്ഞു പോകുമ്പോൾ ആ സ്ത്രീയുടെ ശബ്ദം ഒരു നേർത്ത കരച്ചിലായി കാറിനുള്ളിൽ തങ്ങി നിന്നു. ഇനി റിസ്ക് എടുക്കുന്നില്ല. മാപ്പ് നോക്കാതെ ഏറ്റവും തിരക്കുള്ള ഹൈവേയിലൂടെ തന്നെ കാർ ഓടിക്കാൻ അമൽ തീരുമാനിച്ചു. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, തിരക്കുള്ള റോഡ് വളരെ പെട്ടെന്ന് വിജനമായി മാറി. സമയം രാത്രി 1 മണി. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോഴും കാർ പോകുന്ന വഴികൾക്ക് ഒരു മാറ്റവുമില്ല. റോഡിന് ഇരുവശവും ഒരേപോലെയുള്ള മരങ്ങൾ, ഒരേപോലെയുള്ള മതിലുകൾ, ഒരേപോലെയുള്ള കെട്ടുപോയ തെരുവ് വിളക്കുകൾ. അമൽ, നമ്മൾ എത്ര ദൂരം പോയി? നമ്മളിതുവരെ ഒരു പ്രധാന കവല പോലും കഴിഞ്ഞില്ലേ? വിവേക് ചോദിച്ചു. പോയടാ, നമ്മൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഓടി. എറണാകുളത്തെത്തേണ്ട സമയം കഴിഞ്ഞു. അമൽ സ്റ്റിയറിംഗിൽ അമർത്തി. അപ്പോഴാണ് ഹാരിസ് അത് കണ്ടത്. അവൻ മുൻസീറ്റിലിരുന്ന് ഭയം കാരണം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെടാതെ മുന്നിലേക്ക് നോക്കുമ്പോൾ റോഡിന്റെ മധ്യത്തിൽ ദൂരെ നേർത്ത ഒരു വെളിച്ചം. ടോൾ ഗേറ്റിനടുത്ത് കണ്ടതുപോലെയുള്ള മഞ്ഞ നിറത്തിലുള്ള നേരിയ വെളിച്ചം. ആ വെളിച്ചം അടുത്തേക്ക് വന്നപ്പോൾ അതൊരു മിഥ്യാബോധമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതൊരു മനുഷ്യരൂപമായിരുന്നു. റോഡരികിൽ അവർ വരുന്ന വഴിയിൽ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. കയ്യിലൊരു പഴയ പെട്രോൾ മാക്സ് വിളക്ക്. അയാൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അമൽ വേഗത കുറച്ചു. ആരാണ് ഈ രാത്രിയിൽ ഇവിടെ? കാറ് കേടായവനാകാം, അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവർ ആകാം, വിവേക് പറഞ്ഞു. പക്ഷേ അവന്റെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു. വണ്ടിയടുത്തേക്ക് എത്തിയപ്പോൾ അമൽ ഹോൺ മുഴക്കി. ആൾ തിരിഞ്ഞു നോക്കിയില്ല. അമൽ വീണ്ടും ഹോൺ മുഴക്കി. അപ്പോൾ ആ മനുഷ്യൻ വളരെ പതിയെ യന്ത്രം പോലെ തിരിഞ്ഞു. അയാളെ കണ്ടപ്പോൾ അമൽ ബ്രേക്ക് ചവിട്ടി. കാർ ഒച്ചയോടെ നിന്നു. ആ മനുഷ്യന്റെ മുഖം, അത് വളരെ പ്രായം ചെന്ന ചുളിവുകൾ വീണ ക്ഷീണിച്ച മുഖമായിരുന്നു. അയാളുടെ കണ്ണുകൾക്ക് ഒരുതരം ശൂന്യതയുണ്ട്. അയാളുടെ കയ്യിലെ പെട്രോൾ മാക്സിന്റെ വെളിച്ചം അയാളുടെ മുഖത്ത് ഒരു മരണം സംഭവിച്ചവന്റെ ഭാവം നൽകി. ആ മനുഷ്യൻ കൈകൾ കൊണ്ട് കാറിന് നേരെ ആംഗ്യം കാണിച്ചു മുന്നോട്ടു പോകാൻ. നമ്മളോട് പോകാൻ പറയുന്നു, അമൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വേണ്ട അമൽ, എനിക്കെന്തോ അയാളെ വിശ്വസിക്കാൻ കഴിയില്ല, ഹാരിസ് പറഞ്ഞു. അമൽ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. ആ മനുഷ്യന്റെ അടുത്തേക്ക്. കാർ അയാളെ കടന്നു പോകുമ്പോൾ അവർ 3 പേരും അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ പെട്ടെന്ന് ചിരിച്ചു. ആ ചിരിയിൽ പല്ലുകളുണ്ടായിരുന്നില്ല, മോണകൾ മാത്രം. അയാൾ കാറിന്റെ വിൻഡോയിൽ പതിയെ തട്ടി. ഒരു തണുത്ത തട്ട്. അയാൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് 3 പേർക്ക് 4 പേരാകാൻ കഴിഞ്ഞില്ലേ? കാത്തിരിക്കുക, അവൾ വരും, നിങ്ങളുടെ പുറകിലെ സീറ്റിൽ. അമൽ പേടിച്ച് ഗ്ലാസ് ഉയർത്തി. അയാളുടെ വാക്കുകൾ കാറിനുള്ളിൽ ഭീകരമായി പ്രതിധ്വനിച്ചു. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? വിവേക് പരിഭ്രാന്തനായി. എനിക്കറിയില്ല, ഈ റോഡ് അവസാനിക്കുന്നില്ല, അമൽ പകപ്പോടെ പറഞ്ഞു. അവൻ വീണ്ടും വേഗത കൂട്ടി. ആ ഭ്രാന്തൻ പറഞ്ഞ വാക്കുകൾ അവരുടെ മനസ്സിൽ തീകൂരിയിട്ടു. നിങ്ങൾ 3 പേർക്ക് 4 പേരാകാൻ കഴിഞ്ഞില്ലേ? കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ വിവേക് അമലിന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, പുറകിലെ സീറ്റിൽ. അമൽ പേടിച്ച് റിയർവ്യൂ മിററിലേക്ക് നോക്കി. കാർ അത്രയും വേഗത്തിൽ പോകുമ്പോഴും പുറകിലെ ഗ്ലാസിൽ ആ ചുവന്ന കണ്ണുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അവയ്ക്ക് തീവ്രത കൂടുതലായിരുന്നു. പക്ഷെ കണ്ണുകൾ മാത്രമല്ല, ആ കുട്ടിയുടെ രൂപം വ്യക്തമാകാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു വെളുത്ത വസ്ത്രം ധരിച്ച തലമുടിയില്ലാത്ത ഒരു കുട്ടി. അവനിപ്പോൾ കാറിനുള്ളിൽ വിവേകിന്റെ സീറ്റിന് പിന്നിലിരിക്കുന്നു. അവൻ നമ്മുടെ കൂടെയുണ്ട്, വിവേക് വിറച്ചു. ഹാരിസ് നിലവിളിച്ചു. അവൻ എന്റെ തലമുടിയിൽ തൊടുന്നു, അവൻ എന്റെ മുടിയിൽ പിടിക്കുന്നു. ഹാരിസിന്റെ കൈകൾ അവന്റെ തലയിലേക്ക് ഉയർന്നു. അവന്റെ കയ്യിൽ തണുത്ത ഒരു പിടുത്തം. അമൽ വണ്ടി അതിവേഗം ഓടിച്ചു. പക്ഷേ റോഡിന് ഒരു മാറ്റവുമില്ല. അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ഇതെല്ലാം എന്റെ തോന്നലാണ്, ഞാൻ ഉറക്കത്തിലാണ്, അവൻ സ്വയം പറഞ്ഞു. അവൻ കണ്ണുകൾ തുറന്നു. ആ സമയം അവൻ അത്ഭുതത്തോടെ കണ്ടു. കാറിന്റെ മുന്നിൽ റോഡിന്റെ മധ്യത്തിൽ ഒരു ചുവന്ന വിളക്ക്. ആ വെളിച്ചം അടുത്തെത്തിയപ്പോൾ അതൊരു ട്രാഫിക് ലൈറ്റ് ആയിരുന്നില്ല എന്നവർക്ക് മനസ്സിലായി. അതൊരു കാറായിരുന്നു, ഒരു ചുവന്ന കാർ. അമൽ വേഗത കുറച്ചു. ആ കാർ റോഡിന്റെ മധ്യത്തിൽ നിർത്തിയിട്ടിരിക്കുന്നു. അതിന്റെ ഡോറുകൾ തുറന്നു കിടക്കുന്നു. കാറിനുള്ളിൽ ആരുമില്ല. അമൽ ശ്രദ്ധയോടെ ആ കാറിനെ കടന്നു പോകുമ്പോൾ അവൻ കണ്ടു. ആ കാർ അത് തകർന്ന നിലയിലാണ്. അതിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു.
രക്തത്തിന്റെ കറകൾ സീറ്റിലും ഡോറുകളിലുമുണ്ട്. അതിലും ഭീകരം ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് KL7 1995. ആ വർഷം 1995. 20 വർഷം മുമ്പ് അപകടം നടന്ന വർഷം. ഭയം കൊണ്ട് അമലിന്റെ തല കറങ്ങി. ഇതാണ് ആ കാർ, അപകടം നടന്ന കാർ, അമൽ നിലവിളി പോലെ പറഞ്ഞു. അവൻ പുറകിലേക്ക് നോക്കി. തകർന്ന കാർ. അതിന്റെ ഡോറുകൾ തനിയെ അടഞ്ഞു. ആ നിമിഷം അമലിന്റെ കാർ നിയന്ത്രണം വിട്ടു. സ്റ്റിയറിംഗ് അമലിന്റെ കയ്യിൽ നിന്നും വിട്ടുപോയി. കാർ തനിയെ വളയാൻ തുടങ്ങി. അതിവേഗത്തിൽ. സ്റ്റിയറിംഗ് ലോക്കായി, എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല, അമൽ അലർച്ചയോടെ പറഞ്ഞു. കാർ ഒരു ഭ്രാന്തനെ പോലെ റോഡിൽ നിന്നും മാറി മരങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു. അമൽ ബ്രേക്ക് ചവിട്ടി, പക്ഷേ ബ്രേക്ക് കിട്ടിയില്ല. അപ്പോൾ വിവേക് നിലവിളിച്ചു, നോക്ക്, നമ്മുടെ കാർ, നമ്മുടെ ഡിസ്പ്ലേ. കാറിന്റെ ഡാഷ്ബോർഡിൽ സാധാരണയായി വേഗതയും മൈലേജും കാണിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ പുതിയ നമ്പറുകൾ. 4x4, 4 യാത്രക്കാർ, 4-ൽ 4 പേരും കാറിലുണ്ട്. അതിനുശേഷം ഒരു പുതിയ അറിയിപ്പ് തെളിഞ്ഞു. ഡെസ്റ്റിനേഷൻ റീച്ച്, ലക്ഷ്യസ്ഥാനത്തെത്തി. എവിടെയാണ് ലക്ഷ്യസ്ഥാനം? അവർ കിതച്ചുകൊണ്ട് പരസ്പരം നോക്കി. പെട്ടെന്ന് കാർ ഒരു പുഴയുടെ അരികിൽ ചെന്ന് നിന്നു. ചുറ്റും കനത്ത ഇരുട്ട്. പുഴയിൽ നിന്നും നേർത്ത ഒരു മൂടൽമഞ്ഞുയരുന്നു. ആ പഴയ ആൽമരത്തിനടുത്ത് കണ്ട അതേ മൂടൽമഞ്ഞ്. അമൽ വേഗത്തിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. വിവേകും ഹാരിസും പിന്നാലെ ചാടി. അവർ കിതച്ചുകൊണ്ട് കാറിനെ നോക്കി. കാറിന്റെ ഉൾഭാഗം. അവിടെ ഇപ്പോൾ ആ കുട്ടിയുടെ രൂപം വ്യക്തമാണ്. അവൻ വിവേകിന്റെ സീറ്റിന്റെ മുകളിൽ ഇരിക്കുന്നു, തലകുനിച്ച്. അവൻ പതിയെ തലയുയർത്തി ചുവന്ന കണ്ണുകളോടെ അവരെ നോക്കി. അവന്റെ വായിൽ നിന്നും ഒരു നേർത്ത ശബ്ദം, ഒരു ചിരി. അവൻ കൈകൊണ്ട് പുറകിലെ സീറ്റിലേക്ക് ആംഗ്യം കാണിച്ചു. അവിടെ ആ പിൻസീറ്റിൽ ഒരു സ്ത്രീ, വെളുത്ത നനഞ്ഞ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. അവർ തലകുനിച്ച് മുടി മുഖത്തേക്ക് വീണ നിലയിലിരിക്കുന്നു. ആ തണുത്ത നനഞ്ഞ ഗന്ധം അപ്പോൾ ശക്തമായി. ഇതാണ് അവന്റെ അമ്മ. 20 വർഷം മുമ്പ് ഈ പുഴയിൽ മുങ്ങിപ്പോയ അമ്മ. ഹാരിസ് പറഞ്ഞത് കേട്ട് അമലും വിവേകും ഹാരിസിനെ നോക്കി. എന്റെ തലമുടിയിൽ നിന്നും കൈയെടുത്താൽ മതി. ഹാരിസ് കരഞ്ഞുകൊണ്ട് തലയിൽ പിടിച്ചു. ആ നിമിഷം ആ സ്ത്രീ പതിയെ തലയുയർത്തി. അവരുടെ മുഖം. ആ മുഖത്തിന് കണ്ണുകളില്ല, മൂക്കില്ല, വായ മാത്രം, തുറന്ന വായ. അവരുടെ വായിൽ നിന്നും ഒരു നേർത്ത ശബ്ദം, നിങ്ങൾ എന്റെ മോനെ തനിച്ചാക്കി പോകുമോ? ഞങ്ങളോടൊപ്പം വരൂ, ഞങ്ങൾക്ക് നിങ്ങളെ വേണം. ആ സ്ത്രീയുടെ വാക്കുകൾ കാറ്റിനെ കീറിമുറിച്ചുകൊണ്ട് അവരിലേക്ക് തുളച്ചു കയറി. അമൽ ഒരു കല്ലെടുത്ത് കാറിന്റെ ചില്ല് തകർക്കാൻ ശ്രമിച്ചു. ഇതൊരു കാറല്ല, ഇതൊരു കെണിയാണ്. അവൻ അലറിക്കൊണ്ട് ആ കല്ല് കാറിന്റെ ചില്ലിന് നേർക്കെറിഞ്ഞു. കല്ല് ചില്ലിൽ തട്ടിയപ്പോൾ അത് ഒരു ലോഹത്തിൽ തട്ടിയതിന് സമാനമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ചില്ലിന് ഒരു പോറൽ പോലും സംഭവിച്ചില്ല. ആ സമയം ആ സ്ത്രീയുടെ നാവ് പുറത്തേക്ക് നീണ്ടുവന്നു, ഒരു കറുത്ത പാമ്പ് പോലെ. അത് പുറത്തേക്ക് വന്ന് ഹാരിസിന്റെ ദേഹത്ത് ചുറ്റിപ്പിടിച്ചു. അയ്യോ എന്റെ അമ്മേ, ഹാരിസ് നിലവിളിച്ചു. അവൻ ആ നാവിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അതവന്റെ ദേഹത്ത് മുറുകെ പിടിച്ചു. എടാ, അവനെ രക്ഷിക്ക്, അമൽ വിവേകിനെ നോക്കി അലറി. വിവേക് ധൈര്യം സംഭരിച്ച് ഹാരിസിന്റെ ദേഹത്ത് ചുറ്റിയ നാവിൽ പിടിച്ചു. ആ നാവിന് ഐസിന്റെ തണുപ്പായിരുന്നു. അവനെ വിട്, വിവേക് ശക്തിയായി വലിച്ചു. ആ സ്ത്രീയുടെ വായ കൂടുതൽ വലുതായി. അതിൽ നിന്നും കടുപ്പമേറിയ ഒരു ശബ്ദം, ഇവനെ ഞാൻ തനിച്ചാക്കില്ല, നിങ്ങളിരുവരും എന്റെ മോന്റെ കൂടെ വാ. ആ സ്ത്രീയുടെ കൈകൾ നീണ്ടുവന്നു, കറുത്ത നീളമുള്ള കൈകൾ. അത് വിവേകിന്റെ കഴുത്തിൽ പിടിമുറുക്കി. വിവേക് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അമൽ തളർന്നുപോയി. അവന്റെ കൈകൾ വിറച്ചു. അപ്പോഴാണ് ഹാരിസ് അത് കണ്ടത്. അവന്റെ തലമുടിയിൽ നിന്നും ആ കുട്ടിയുടെ നനഞ്ഞ കൈപ്പത്തി അവന്റെ ചെവിയുടെ അടുത്തേക്ക് നീണ്ടുവന്നു. ആ കുട്ടി അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. അവന്റെ ശബ്ദം നേർത്തതായിരുന്നുവെങ്കിലും വ്യക്തമായിരുന്നു, അച്ഛനെ അടിക്കണം. ആ കുട്ടിയുടെ മുഖമില്ലാത്ത രൂപം ആ നിമിഷം അവന്റെ തലച്ചോറിൽ ഒരു വിചിത്രമായ ദൃശ്യം സൃഷ്ടിച്ചു. ആ തകർന്ന കാർ, അതിന്റെ മുൻസീറ്റിൽ ഒരു മനുഷ്യൻ, ആ കുട്ടിയുടെ അച്ഛൻ, അപകടത്തിൽ മരിച്ചവൻ. ആ കുട്ടിയുടെ ഭയവും ദേഷ്യവും എല്ലാം അച്ഛനോടായിരുന്നു, അപകടത്തിന് കാരണക്കാരനായ ആ അച്ഛനോട്. ഹാരിസ് ഭയത്തോടെ നിലവിളിച്ചു, അമൽ കാറിൽ കയറ്, ഡ്രൈവിംഗ് സീറ്റിലിരിക്കെ, വേഗം. അമൽ ഞെട്ടലോടെ ഹാരിസിനെ നോക്കി. എന്താടാ? നമ്മുടെ കാർ, അതാണ് അവന്റെ അച്ഛൻ. അവൻ അച്ഛനെ അടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അമലിന് ഒന്നും മനസ്സിലായില്ല. പക്ഷേ വിവേക് ശ്വാസം കിട്ടാതെ പിടയുന്നത് അവൻ കണ്ടു. അമൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ കാറിലേക്ക് ചാടിക്കയറി. അവൻ ഡോർ അടച്ചു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവൻ കണ്ണുകൾ അടച്ചു. കാറിന്റെ ഡാഷ്ബോർഡ്,
അതൊരു മനുഷ്യന്റെ മുഖം പോലെ തോന്നി. അമൽ സ്റ്റിയറിംഗിൽ വളരെ ശക്തിയായി ഇടിച്ചു. വിട്, അവരെ വിട്, അവൻ അലറി. അവന്റെ ഓരോ ഇടിയിലും കാറിൽ നിന്നും ഒരു കരച്ചിലുയർന്നു. മോനെ, വേണ്ട മോനെ, വേണ്ട. ആ ശബ്ദം ആ കുട്ടിയുടെ അച്ഛൻ്റെതായിരുന്നു. അവരുടെ കാർ ആത്മാക്കൾക്ക് അവന്റെ അച്ഛന്റെ കാറായിരുന്നു. അമൽ വീണ്ടും വീണ്ടും സ്റ്റിയറിംഗിൽ ഇടിച്ചു. പുറത്തെ വിവേകിന്റെ കഴുത്തിൽ നിന്നും ആ സ്ത്രീയുടെ പിടിയയഞ്ഞു. നാവ് ഹാരിസിനെ വിട്ടു. അമൽ അവസാനമായി എല്ലാ ശക്തിയും എടുത്ത് സ്റ്റിയറിംഗിൽ ആഞ്ഞിടിച്ചു. നിനക്ക് വേണ്ടി ഞാനിത് ചെയ്യാം, അമൽ ഉറക്കെ അലറി. ഉടനെ എന്തോ തകരുന്നതിന് സമാനമായ ഒരു ശബ്ദം കേട്ടു. കാറിന്റെ മുൻഭാഗത്ത് നിന്നും ഒരു ശബ്ദം. അത് കാർ തകരുന്ന ശബ്ദമായിരുന്നില്ല, ഒരു എല്ല് തകരുന്ന ശബ്ദം. ആ സമയം കാറിന്റെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഒരു പുതിയ സന്ദേശം. 4/3. കാറിൽ 3 യാത്രക്കാർ മാത്രം. ഒരു യാത്രക്കാരൻ പോയിരിക്കുന്നു. അമൽ ഞെട്ടലോടെ പുറത്തേക്ക് നോക്കി. പുഴയുടെ കരയിൽ വിവേകും ഹാരിസും നിലത്തു വീണ് കിടക്കുന്നു. അവിടെ ആ കുട്ടിയുടെയും അവന്റെ അമ്മയുടെയും രൂപം മാഞ്ഞുപോയിരിക്കുന്നു. പക്ഷെ കാറിന്റെ മുൻഭാഗം, അവനിടിച്ച സ്റ്റിയറിംഗ് ഭാഗം, അത് രക്തത്തിൽ കുളിച്ചിരുന്നു. ചില്ലിൽ രക്തത്തുള്ളികൾ. ആ സമയം കാറിന്റെ പുറകിലെ സീറ്റിൽ നിന്നും ഒരു നേർത്ത ചിരി. ആ ചിരിയിൽ ഭയമുണ്ടായിരുന്നില്ല, ഒരു കുട്ടിയുടെ സന്തോഷം മാത്രം. നന്ദി, നന്ദി, അച്ഛൻ പോയി. അമൽ പേടിച്ച് പുറത്തേക്ക് ചാടി. ഹാരിസും വിവേകും നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവർ 3 പേരും കാറിനെ തിരിഞ്ഞു നോക്കി. കാർ ഇപ്പോൾ പഴയതുപോലെ തികച്ചും സാധാരണയായി പുഴയുടെ അരികിൽ കിടക്കുന്നു. അതിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ചില്ലിൽ രക്തക്കറകളില്ല. കാറിന്റെ പിൻസീറ്റ്, അത് ശൂന്യമായി കിടക്കുന്നു. അമലിന് മനസ്സിലായി, താൻ അടിച്ചതിലൂടെ ആ കുട്ടി അവന്റെ അച്ഛനോട് പ്രതികാരം ചെയ്തിരിക്കുന്നു. അവരുടെ കാറിനുള്ളിൽ തടവിലായിരുന്ന അവന്റെ അച്ഛന്റെ ആത്മാവിനെ അവൻ തകർത്തു കളഞ്ഞു. 4ാമത്തെ യാത്രക്കാരൻ ലക്ഷ്യസ്ഥാനത്തെത്തി. അവന്റെ പ്രതികാരം പൂർത്തിയാക്കി. അവർ 3 പേരും ആ കാറിൽ നിന്നും വളരെ ദൂരേക്ക് ഓടിപ്പോയി. പക്ഷെ അവർ ഓടുമ്പോൾ അവരുടെ പുറകിൽ നിന്നും ഒരു നേർത്ത താരാട്ടുപാട്ടിന്റെ ഇണം കേട്ടു. മുമ്പ് ഫോണിലൂടെ കേട്ട അതേ താരാട്ടുപാട്ട്. പുഴയുടെ തീരത്തു നിന്നും തങ്ങളുടെ കാറിൽ നിന്നുമെല്ലാം വളരെ അകലെയായി കിതച്ചുകൊണ്ട് ആ 3 സുഹൃത്തുക്കൾ ഇരുളിലൂടെ ഓടി. മരണത്തിൽ നിന്നും സമയത്തിന്റെ ഗണിയിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ഭയം അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് നിഴലിച്ചു. പിന്നിൽ ആ പുഴയുടെ കരയിൽ ഭീകരമായ ഒരു ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ആ സ്കോർപിയോ നിശബ്ദമായി കിടന്നു. ഒരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചതിന് ശേഷമുള്ള ശാന്തതയായിരുന്നു അതിന്. ഏകദേശം 1 മണിക്കൂറോളം അവർ റോഡിലൂടെ നടന്നു. ഒടുവിൽ ദൂരെ ഒരു ലോറിയുടെ വെളിച്ചം കണ്ടപ്പോൾ അവർ കൈവീശി. ലോറി ഡ്രൈവർക്ക് അവരുടെ അവസ്ഥ കണ്ട് സഹതാപം തോന്നി. അയാൾ അവരെ ലോറിയിൽ കയറ്റി അടുത്തുള്ള നഗരത്തിലേക്ക് കൊണ്ടുപോയി. പുലർച്ചെ 4 മണിയോടെ അവർ എറണാകുളത്തെത്തി. നഗരത്തിലെ വെളിച്ചവും തിരക്കും കണ്ടിട്ടും അവർക്ക് ആശ്വാസം ലഭിച്ചില്ല. അവർ ഒന്നും സംസാരിച്ചതുമില്ല. സംസാരിക്കാൻ അവർക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അമലിന്റെ കൈ സ്റ്റിയറിംഗിൽ ഇടിച്ച ഭാഗം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിവേകിന്റെ കഴുത്തിൽ ആ അമ്മയുടെ നനഞ്ഞ കൈകളോട് തണുപ്പ് തങ്ങി നിന്നു. ഹാരിസിന്റെ ചെവിയിൽ ആ കുട്ടി മന്ത്രിച്ച വാക്കുകൾ അപ്പോഴും മുഴങ്ങുന്നു. അച്ഛനെ അടിക്കണം. അവരുടെ ജീവിതം അന്നു മുതൽ 2ആയി വിഭജിക്കപ്പെട്ടു. ആ യാത്രയ്ക്ക് മുമ്പ്, ആ യാത്രയ്ക്ക് ശേഷം. അവർ ആദ്യം ചെയ്തത് ആ കാർ ഒഴിവാക്കുക എന്നതായിരുന്നു. അമൽ അടുത്ത ദിവസം തന്നെ കാർ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചു. അപകടം നടന്ന കാറാണെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, കാറിന് ഒരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. എഞ്ചിൻ സുഗമമായി പ്രവർത്തിക്കുന്നു. ഒരു മെക്കാനിക്കൽ തകരാറ് പോലുമില്ല. അവർക്ക് 3 പേർക്കും ആ കാറിനെ നോക്കാൻ പോലും ഭയമായിരുന്നു. ആ സീറ്റുകൾ, ആ ചില്ലുകൾ, അവയ്ക്ക് 4ാമത്തെ യാത്രക്കാരന്റെ ഗന്ധം അപ്പോഴും ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. അമൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കാർ വിറ്റു, അതും വലിയ വിലയ്ക്ക്. പക്ഷെ അമലിന് ആ പണം കിട്ടിയപ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. അത് മരിച്ചൊരാളുടെ പ്രതികാരം പൂർത്തിയാക്കിയതിനുള്ള പ്രതിഫലം പോലെയാണ് അവന് തോന്നിയത്. ആ സംഭവം അവരെ മാനസികമായി തകർത്തു. വിവേക് ജോലി ഉപേക്ഷിച്ച് മാസങ്ങളോളം വീട്ടിലിരുന്നു. അവന്റെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് തേടേണ്ടി വന്നു. അവൻ ഉറക്കത്തിൽ ഇടയ്ക്കിടെ നിലവിളിക്കും, എന്റെ മകൻ എവിടെ പോയി? അവന്റെ സീറ്റിന്റെ താഴെ വീണ ഫോണിലെ അമ്മയുടെ വിലാപം കേട്ടതിന്റെ അനന്തരഫലമായിരുന്നു അത്. ഹാരിസ് കൂടുതൽ ഭയന്നു. അവൻ തണുപ്പുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നിർത്തി. തണുപ്പ് അവന്റെ ശരീരത്തെ സ്പർശിക്കുമ്പോൾ അവന്റെ തോളിൽ നനഞ്ഞ ഒരു കൈപ്പത്തിയുടെ ഭാരം അവന് അനുഭവപ്പെടും. അവൻ കണ്ണാടിയിലേക്ക് നോക്കുന്നത് കുറച്ചു. കാരണം അവന് പേടിയായിരുന്നു. അവന്റെ പ്രതിബിംബത്തിന് പിന്നിൽ ചുവന്ന കണ്ണുകളോടെ ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ എന്ന്. അമലിനായിരുന്നു ഏറ്റവും വിചിത്രമായ അനുഭവം. അവൻ ആ പഴയ പത്രവാർത്ത തിരഞ്ഞുപിടിച്ചു. വർഷങ്ങളോളം പഴക്കമുള്ള ആ ഫയലുകൾക്കിടയിൽ നിന്ന് അവൻ ആ സത്യം കണ്ടെത്തി. അപകടം നടന്ന തീയതിയും സമയവും 1995 നവംബർ 12 രാത്രി 11:27. അപ്പോഴാണ് അമൽ ആ യാഥാർത്ഥ്യം കണക്കുകൂട്ടിയത്.
അവർ ആ ആൽമരത്തിന്റെ ചുവട്ടിൽ വണ്ടി നിർത്തിയ സമയം രാത്രി 11:27. അവർ പുഴയുടെ അരികിൽ കാറിൽ നിന്നും പുറത്തിറങ്ങിയ സമയം അവൻ ഫോണിൽ കണ്ടത് രാത്രി 11:38. കൃത്യം 11 മിനിറ്റും 13 സെക്കൻഡും. 20 വർഷം മുമ്പ് സംഭവിച്ച ആ അപകടത്തിന്റെ സമയദൈർഘ്യം. ഒരു കുട്ടിയുടെ ഭീകരമായ പ്രതികാരം പൂർത്തിയാക്കാൻ അവർക്ക് വേണ്ടി വന്നത് യഥാർത്ഥ ലോകത്തിലെ കേവലം 11 മിനിറ്റ് മാത്രമായിരുന്നു. ആ സമയത്തെ ഒരു ബ്ലാങ്ക് സ്പോട്ടായി അവൻ കണ്ടു. ആ 11 മിനിറ്റ് മാത്രമാണ് ആ കുട്ടിയുടെ ലോകം നിലനിന്നിരുന്നത്. അതിൽ അവർ ഒരു യുഗം ജീവിച്ചു. അവർ 3 പേരും പരസ്പരം അകന്നു ജീവിക്കാൻ തുടങ്ങി. ആ യാത്രയെക്കുറിച്ച് അവർ പിന്നീട് സംസാരിച്ചില്ല. കാരണം സംസാരിച്ചാൽ അത് വീണ്ടും അവരുടെ യാഥാർത്ഥ്യത്തെ തകർക്കുമെന്ന് അവർ ഭയന്നു. വർഷങ്ങൾ കടന്നുപോയി. എല്ലാവരും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. വിവേക് പുതിയ ജോലിയിൽ പ്രവേശിച്ചു. ഹാരിസ് പുതിയ സ്ഥലത്തേക്ക് മാറി. പക്ഷേ ഒരു അവസാനത്തെ ഓർമ്മപ്പെടുത്തൽ മാത്രം അവരെ വിട്ടുപോയില്ല. ഇന്നും അമലിന്റെയും വിവേകിന്റെയും ഹാരിസിന്റെയും ഫോണുകളിലേക്ക് ഇടയ്ക്കിടെ അജ്ഞാത നമ്പറിൽ നിന്നും ഒരു കോൾ വരും. അത് അറ്റൻഡ് ചെയ്താൽ കേൾക്കുക ഹലോ എന്നോ മറ്റ് സംസാരങ്ങളോ അല്ല. പുഴയുടെ കരയിൽ നനഞ്ഞ വസ്ത്രം ധരിച്ച ഒരമ്മ തന്റെ സന്തോഷവാനായ മകനെ താരാട്ടുപാടുന്ന നേർത്ത ഈണം മാത്രം. അവർ ഫോൺ കട്ട് ചെയ്യും. പക്ഷേ അടുത്ത നിമിഷം അവരുടെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഒരു കുട്ടിയുടെ ചിരി പോലെ തോന്നും. ആ 4ാമത്തെ യാത്രക്കാരൻ തന്റെ പുതിയ യാത്രയിൽ സന്തോഷവാനാണ്. അവന്റെ പ്രതികാരം പൂർത്തിയാക്കാൻ സഹായിച്ചതിന് നന്ദി അറിയിക്കുകയാണോ അതോ താനും അമ്മയും ഇപ്പോഴും ഒരു യാത്രയിലാണെന്ന് തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണോ എന്ന് അവർക്ക് മനസ്സിലായില്ല. ആ രാത്രിയിലെ 11 മിനിറ്റുകൾ ആ മലയോരങ്ങളിൽ ഇന്നും ഒരു അവിശ്വസനീയമായ രഹസ്യമായി തങ്ങി നിൽക്കുന്നു. 3 സുഹൃത്തുക്കളുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ച സമയത്തിലൂടെയുള്ള ഒരു പ്രേതയാത്ര.